യുഎഇയിലെ ഒരു വർഷത്തെ ഫ്രീലാൻസ് റെസിഡൻസി വിസയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. പല ഇൻഫ്ലുവൻസേഴ്സും വിവിധ ടൈപ്പിംഗ് സെന്ററുകൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ പരസ്യവും ചെയ്തിരുന്നു. പാസ്പോർട്ട് മാത്രം സമർപ്പിച്ചാൽ ലഭിക്കുന്ന ഒരു വർഷത്തെ ഫ്രീലാൻസ് റെസിഡൻസി വിസ. ഇത് ലഭിച്ചാൽ രാജ്യത്ത് താമസിക്കാം, ജോലി ചെയ്യാം, എളുപ്പത്തിൽ ജോലി മാറാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെയാണ് ഇവർ നൽകിയിരുന്നത്. അന്ന് പലരും ഗൾഫ് ഫോക്കസിനെയും ഇതിന്റെ പരസ്യങ്ങൾക്കായി സമീപിച്ചിരുന്നു. പക്ഷേ അന്നേ ഇത് പൊള്ളയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് തട്ടിപ്പാണ്. തരികിട വിസ കമ്പനികളും ടൈപ്പിംഗ് സെന്ററുകളുമാണ് ഈ ഒരു പ്രചാരണത്തിന് പിന്നിൽ. വിദൂരമായി ജോലി ചെയ്യുന്നവർക്ക് യുഎഇ സർക്കാർ അനുവദിച്ചതാണ് വെർച്വൽ വർക്ക് വിസ. ഇതിനെയാണ് ഫ്രീലാൻസ് റെസിഡൻസി വിസ എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്നത്. വിദൂരമായി ജോലി ചെയ്യുന്നുവെന്നും മാസം $3500 സാലറി ഉണ്ട് എന്നും തെളിവ് സമർപ്പിക്കുന്നവർക്കാണ് യുഎഇ വെർച്വൽ വർക്ക് വിസ അനുവദിക്കുന്നത്. ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതിന് ശേഷമാണ് പാസ്പോർട്ട് മാത്രം സമർപ്പിച്ച ഈ തട്ടിപ്പ് കമ്പനികൾ വിസ നേടിയെടുക്കുന്നത്. പക്ഷേ ഒന്നോർക്കുക, ഈ വിസയുമായി വരുന്നവർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പലരെയും എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചയക്കുന്ന സാഹചര്യവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്ന് സൗദിയിൽ വരുന്നു. റിയാദിലാണ് കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരുങ്ങുന്നത്. സൗദി പൊതുനിക്ഷേപ ഫണ്ടിന് കീഴിലാണ് എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വാസ്തുവിദ്യ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, എയർ ട്രാഫിക് മാനേജ്മെന്റ് എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന 4 അന്താരാഷ്ട്ര പ്രാദേശിക കമ്പനികളുമായി കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. 57 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ലോകോത്തര നിലവാരത്തിലാണ് വിമാനത്താവളം ഒരുങ്ങുന്നത്. റിയാദ് നഗരത്തിൽ മാത്രമല്ല, സൗദിയിലെ പല ഭാഗത്തു നിന്നും ആളുകൾക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടിയുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 6 റൺവേകളാണ് ഈ വിമാനത്താവളത്തിനുണ്ടായിരിക്കുക. നിരവധി ടെർമിനലുകളും ഇവിടെ ഒരുക്കും. യാത്രക്കാർക്ക് താമസിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങൾ ഇവിടെ ഒരുക്കും. വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ രൂപകൽപ്പന നിർവഹിക്കുക ഏവിയേഷൻ ടെക്നിക്കൽ ഓപ്പറേഷൻ സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ സൗദി കമ്പനിയായ നേരയാണ്. ഈ വർഷം സന്ദർശിക്കേണ്ട ലോകത്തിലെ മികച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒമാനിലെ ബാബ് അൽ സലാം മസ്ജിദ്. ടൈം മാഗസിന്റെ റിപ്പോർട്ടിലാണ് ഈ മനോഹരമായ ആർക്കിടെക്ചർ ഇടം നേടിയത്. സീബ് വിലായത്തിലെ മബേലയിലാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് മസ്ജിദ് നിർമ്മിച്ചത്. മേൽക്കൂര സ്ലാബ് ആകട്ടെ 30% വരെ കനം കുറയ്ക്കുകയും ചെയ്തു. ന്യൂ നൗട്ടിലസ് ഇവോ എന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇതിന് കാരണം. 650 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. കോണാകൃതിയിലുള്ള മിനാരവും പ്രധാന പ്രാർത്ഥനാ ഹാളുമാണ് ഇത്. ഇറ്റലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജിയോ പ്ലാസ്റ്റ് ആർക്കിടെക്ചർ കമ്പനിയാണ് പുതു സാങ്കേതിക വിദ്യയിൽ നിർമ്മാണം നടത്തിയത്.